സൈരാം 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 കൗശിക് ലക്ഷ്മണ മാഷാണ്. സൈരാം സൈരാം ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗദയജ്ഞത്തിന്റെ 152 ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് കൗശിക്കിന് പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ഞാനാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് പാടുന്നതും നമ്മൾക്ക് അനുഭവം പങ്കുവെക്കുന്നതും ഡോക്ടർ കൗശിക് നാരായണനാണ്. ഇന്ന് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ബേബി പ്രസന്നയാണ്. പ്രസന്ന കോർഡിനേറ്റ് ചെയ്തോളൂ കേട്ടോ. സായിരാം. സായിരാം. ഹൃദയേശ്വരനായ സ്വാമിയുടെ പാദത്തിൽ കോടി പ്രണാമം. ഇന്ന് സായിവാണി വായിക്കുന്നതും അനുഭവങ്ങൾ പറയുന്നതും കൗശിക് നാരായണൻ സാറാണ്. പുട്ടവർത്തിയിൽ നിന്നാണ് അവർ പറയുന്നത്. ഞാൻ 3 ഓങ്കാരവും സായി ഗായത്രിയും ചൊല്ലിയതിന് ശേഷം സാറ് സായിവാണി വായിക്കുകയും അതിനുശേഷം അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്യണം സാർ. സായിറാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഓം ശ്രീ സായിരാം. ശ്രീ സത്യസായി വാണി ഭാഗം 21 ഭഗവാൻ 1988 നടത്തിയ ഒരു ജാനുവരിയിൽ നൽകിയ ഒരു ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. കുറച്ച് സമയം 5 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ കൗശിക്കിന് നമുക്ക് കൊടുക്കാം. വിശിഷ്ടമായ ധർമ്മം. യാതൊരുവനാണോ ധർമ്മവും കരുണയും സത്യവും ഇല്ലാത്തവനായിരിക്കുന്നത്, യാതൊരുവനിലാണോ സൽഗുണങ്ങൾ ഇല്ലാതെ ദുർഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നത്, അയാൾക്ക് ഇവിടെയോ പരലോകത്തിലോ സന്തോഷം കണ്ടെത്തുവാനാവുകയില്ല. ദിവ്യ പ്രേമസ്വരൂപരെ, ധർമ്മം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ധർ എന്ന മൂലപദത്തിൽ നിന്നുമാണ്. ധരണി എന്നാൽ യാതൊന്നാണോ ധർമ്മത്തിലൂടെ ഈ പ്രപഞ്ചത്തെ ഏകോപിപ്പിച്ച് ബന്ധിച്ചിരിക്കുന്നത് അതാണ്. ധർമ്മോ വിശ്വസ്യ ജഗത പ്രതിഷ്ഠ. ധർമ്മമാണ് ഈ വിശ്വത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ധർമ്മേ സർവം പ്രതിഷ്ഠിതം. ധർമ്മത്തിലാണ് സർവവും നിലനിൽക്കുന്നത്. ധർമ്മത്തിന്റെ സാന്നിധ്യം കാഴ്ചശക്തിയിലൂടെയോ അനുമാനസിദ്ധമായ നിഗമനത്തിലൂടെയോ സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. അത് ന്യായവാദത്തെ അനുഭവജ്ഞാനാതീതം ആക്കുന്നു. അതിൻ്റെ നിലനിൽപ്പ് വേദങ്ങളിൽ നിന്നും നമുക്ക് ആർജിക്കേണ്ടതാണ്. എന്താണ് വേദം? വേത്യാനേനെ ഇതി വേദ. ഒരു വിഷയത്തെയോ അല്ലെങ്കിൽ വസ്തുതയെ കുറിച്ച് പൂർണ്ണമായ അറിവ് നൽകുന്നതെന്തോ അതാണ് വേദം. ഉദാഹരണത്തിന് ധനുർവേദം അസ്ത്രശാസ്ത്രത്തെ പൂർണ്ണമായി വ്യാഖ്യാനിക്കുന്നു. നാട്യവേദം നൃത്തത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. സാമവേദം ആധ്യാത്മിക സംഗീതത്തിന്റെ ശാസ്ത്രത്തിന്
ശാസ്ത്രമാണ് ആയുർവേദം. ഔഷധത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ശാസ്ത്രമാണ്. വേദം എന്ന പദത്തിന് മുൻപ് ചേർക്കുന്ന ഉപസർഗ പദം ആ പ്രത്യേക വേദം ഏത് ശാസ്ത്രത്തെ കുറിച്ചുള്ളതാണെന്ന് അറിവ് നൽകുന്നു. ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ. ധർമ്മവും മോക്ഷവും അനുഭവജ്ഞാനാതീതമാണ്. അവ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ അതീതമാണ്. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ധർമ്മത്തെയും മോക്ഷത്തെയും കുറിച്ച് വേദങ്ങൾ എങ്ങനെയാണ് അറിവ് നൽകുന്നത്? ധർമ്മത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്ന ആധ്യാത്മിക സാധനകൾ ആകുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഏതൊക്കെയാണെന്ന് കാണിച്ചു തരുവാൻ മാത്രമേ വേദങ്ങൾക്ക് കഴിയുകയുള്ളൂ. ധർമ്മത്തിലേക്കും മോക്ഷത്തിലേക്കും എത്തിക്കുന്ന ഋജുവായ പാത കാണിച്ചു തരുന്നതിന് വേദങ്ങൾക്ക് പോലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വേദങ്ങൾ ഇപ്രകാരം ഉദ്ഘോഷിച്ചിരിക്കുന്നത്: ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമരത്വമാനുഷു. സത്കർമ്മങ്ങളാലോ പുത്രനാലോ ധനത്താലോ അമരത്വം നേടുവാൻ സാധിക്കുകയില്ല. അത് ത്യാഗത്തിലൂടെ മാത്രമേ അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സൽക്കർമ്മങ്ങളിലൂടെയും സാധനയിലൂടെയും ധർമ്മവും മോക്ഷവും ആർജിക്കുവാനുള്ള സാമർഥ്യം നേടുവാനുള്ള മാർഗം വേദങ്ങൾ കാണിച്ചു തരുന്നു. മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതായ ആധ്യാത്മികവും ഭൗതികവുമായ കർമ്മങ്ങൾ വിവരിച്ചു തരുന്ന വേദങ്ങളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് സാമ്രാട്ട് മനു ഒരു പ്രത്യേക പദം നൽകിയിട്ടുണ്ട്. മാനവരാശിയെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന് ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾക്ക് അദ്ദേഹം വിധാനം എന്ന് നാമകരണം ചെയ്തു. പക്ഷേ ഇന്ന് ഈ കലിയുഗത്തിൽ വിധാനം എന്ന പദത്തെ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നു. വിധാനം എന്നാൽ യാതൊന്നാണോ നിയമങ്ങൾ നൽകുന്നത് അത് എന്നാണ് അർത്ഥം. ഈ പദത്തിന്റെ ശരിയായ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മാനവരാശി ഇന്ന് വഴിതെറ്റി പോയിരിക്കുന്നത്. ധർമ്മം എന്ന പദം സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ പ്രപഞ്ചം മുഴുവനും അതിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന ധർമ്മത്തെ പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചേക്കാം. അതിനു കാരണം ഇതാണ്: അഗ്നി ചാരത്താലും ജലം പായലാലും മൂടപ്പെട്ട് കിടക്കുന്നത് പോലെ ധർമ്മം എല്ലായിടത്തും ഉണ്ടെങ്കിലും അത് അജ്ഞതയുടെയും അഹങ്കാരത്താലും മൂടപ്പെട്ട് കിടക്കുന്നു. ഈ മൂടുന്ന വസ്തുക്കളെ മാറ്റിയാൽ മാത്രമേ ധർമ്മത്തിന്റെ യഥാർത്ഥ പ്രകൃതം ലോകത്തിന് വെളിപ്പെടുകയുള്ളൂ. ഈ ഒരു ഉദ്ദേശത്തോടെയാണ് ധർമ്മ പ്രചാരം ആവശ്യമായി വന്നിരിക്കുന്നത്. ധർമ്മം പ്രചാരം എന്നാൽ അറിയാത്തൊരു വസ്തുതയെക്കുറിച്ചുള്ള ജ്ഞാനം പരത്തുക എന്നല്ല. അതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ധർമ്മ പരിശീലനം വളർത്തുക എന്നതാണ്. ധർമ്മം പരിശീലിക്കുന്നവർക്ക് മാത്രമേ അത് പറയുവാനുള്ള യോഗ്യതയുള്ളൂ. പരിശീലിക്കാത്തവർ ധർമ്മത്തെയും സത്യത്തെയും പരത്തിയാൽ അവ നിഷ്പ്രഭമാവുകയും ദൃഷ്ടിഗോചരം ആകാതെ ഇരിക്കുകയും ചെയ്യുമെന്നതാണ് അതിനു കാരണം. ദൈനംദിന ജീവിതത്തിൽ അവ പരിശീലിച്ചാൽ മാത്രമേ അവയുടെ യഥാർത്ഥ പ്രകൃതവും മൂല്യവും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെ അളക്കുന്നത് അയാളുടെ പ്രവൃത്തികളിലൂടെയാണ്. അയാളുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ അയാളെ നല്ല മനുഷ്യൻ എന്ന് വിളിക്കുന്നു. അയാളുടെ പ്രവൃത്തികൾ ചീത്തയാണെങ്കിൽ അയാളെ ദുഷ്ടൻ എന്ന് വിളിക്കുന്നു. ഒരുവന്റെ ഗുണങ്ങളും പ്രവൃത്തികളും പരസ്പര പൂരകങ്ങളാണ്. പ്രവൃത്തികൾ ഗുണങ്ങളെ വെളിപ്പെടുത്തുകയും ഗുണങ്ങൾ പ്രവൃത്തികൾ എന്താണെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ക്ഷമ, ദയ, സത്യം, പ്രേമം, കരുണ ആദിയായ ഗുണങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രത്തിന്റെയോ വിശ്വാസത്തിന്റെയോ സമുദായത്തിന്റെയോ മാത്രമായി പറയപ്പെടുന്നില്ല. അവ ആധ്യാത്മിക ഗുണങ്ങളാണ്. അവ എല്ലായിടത്തുമുള്ള ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും ആവശ്യമാണ്. ജയ സായിരാം. കൗശിക്, വീഡിയോ ഓൺ ചെയ്തിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. മാക്സിമം സമയം എടുത്തോളൂ. സായിരാം. താങ്ക് യു സോ മച്ച്. സായിരാം. നെറ്റ് കുറച്ച് ഡൗൺ ആണ്, അപ്പൊ ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. അല്ല, ഒരു പ്രാവശ്യം ഒന്ന് ഓൺ ചെയ്തെന്നോ എല്ലാരും ഒന്ന് കണ്ടിട്ട് ഓഫ് ചെയ്തോളൂ.
ജസ്റ്റ് എല്ലാരും ഒന്ന് കണ്ടിട്ട് സായിറാം. off ചെയ്യാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ Okay, സായിറാം. thank you, ഭഗവത് സായിറാം. പാദങ്ങളിൽ ശതകോടി പ്രണാമം. ഓഡിബിൾ ആണോ? ഹലോ, ഓഡിബിൾ ആണല്ലോ. ഓക്കെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സായിറാം പറയുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. ആദ്യമായിട്ട് വത്സലാൻഡി ഈ ഒരു ചാൻസ് തന്നതിന് വത്സലാൻഡിയോടും, എനിക്കൊരു പെട്ടെന്ന് ഒരു സ്വാമിയുടെ ഭാഗം സെലക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ മലയാളം ഉള്ള ബുക്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വത്സലാൻഡിയോട് തന്നെ റിക്വസ്റ്റ് ചെയ്തു, സ്വാമി എന്ത് ഭാഗം തോന്നിപ്പിക്കുന്നു അത് വായിക്കുക ഒന്ന് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇത് വായിക്കണമെന്നോ ഇന്ന ടോപ്പിക് ആണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തു. പക്ഷെ സ്വാമി വത്സലാൻഡിയിലൂടെ എന്ന് പറഞ്ഞ ഭാഗം പ്രധാനമായിട്ടും കർമ്മത്തിന്റെ മാർഗം, മോക്ഷത്തിന്റെ മാർഗം, അതിലേക്കെല്ലാം നയിക്കുന്ന ത്യാഗത്തിന്റെ ഒരു മാർഗം. ഇത് നമ്മുടെ ഒരു സെൻട്രൽ തീമായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സത്യസായി സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാമി എപ്പോഴും പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തി ഒന്ന് നിന്നിട്ട് ഒരു ആത്മാവലോകനം ചെയ്യുന്നത് നല്ലതാണെന്ന്. എപ്പോഴും ഇത്തരം സത്സംഗങ്ങൾ വരുമ്പോഴൊക്കെയാണ് നമ്മളും ഒന്ന് ആത്മാവലോകനം ചെയ്യുന്നത്. അല്ലാതെയും ഇടയ്ക്ക് തന്നെ നമ്മൾ ഹൗ ആർ വി പ്രോഗ്രസിങ്, നമ്മൾ എങ്ങനെ എത്തി നിൽക്കുന്നു, ശരിയായ മാർഗത്തിലാണോ മുന്നോട്ട് പോകുന്നത്, ഭഗവാൻ ഉദ്ദേശിച്ച തരത്തിലാണോ മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് അവലോകനം ചെയ്യുന്നത് നന്നായിരിക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്തു, ആം ഐ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ശരിക്കും ഭഗവാൻ തോന്നിച്ച ഒരു കാര്യം, നമ്മൾ സ്വാമിയിലേക്ക് വന്നത്, സത്യസായി സംഘടനയിലേക്ക് വന്നത് ഒരു യാദൃച്ഛിക സംഭവമായിട്ട് നമുക്ക് എടുക്കാനേ പറ്റില്ല. മറ്റെവിടെങ്കിലും പോയ പോലെയോ വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായ പോലെയോ അല്ല. കാരണം നമ്മൾ സ്വാമിയെ അറിഞ്ഞു, സ്വാമിയോടൊപ്പം നിൽക്കുന്നു, സ്വാമിയോടൊത്ത് മുന്നേറുന്നു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു സങ്കല്പം അതിലുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു സോൾസ് ജേർണി, ആ ഒരു വേർഡാണ് എനിക്ക് മനസ്സിൽ വന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് an ഓർഡിനറി തിങ്, ഇറ്റ് ഇസ് ദ ജേർണി ഓഫ് ദ സോൾ. ഇത് ഒരു ആത്മാവിന്റെ യാത്രയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണിത്. അപ്പോ ആധ്യാത്മികമായി എന്താ ആത്മാവിന്റെ ലക്ഷ്യം, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ഋഷീശ്വരന്മാർ പറഞ്ഞ മോക്ഷം, സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയാമെങ്കിലും അതൊക്കെ അനുഭവത്തിലേക്ക് വരുന്നത് വരെ ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നേ ഇല്ല. പക്ഷെ ഇത്ര മാത്രം അറിയാം, ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, അതിലേക്കൊരു മാർഗം വേണം. ശരിയായ പർപ്പസിലേക്ക് ശരിയായ മാർഗത്തിലൂടെ ആണ് നമ്മൾ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി. അതിനാണ് ഇതെല്ലാം നമുക്ക് സഹായകമാകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അനുഭവത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ എപ്പോഴും വിചാരിച്ചു, ഞാൻ ആകസ്മികമായിട്ടല്ല മെഡിസിൻ എടുത്തത്, ആകസ്മികമായിട്ടല്ല സ്വാമിയുടെ ആശുപത്രിയിൽ എത്തിയത്. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ സോൾസ് ജേർണി. ആൻഡ് ഞാൻ എടുത്ത പാത, ഒരുപക്ഷെ എനിക്ക് പ്രിയപ്പെട്ട പാത, ദ പാത്ത് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ. അത് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു തോന്നൽ വരുന്നത്, ആൾക്കാരെ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക, സർജറി ചെയ്യുക, അല്ലെങ്കിൽ വേദനയുള്ളവരുടെ വേദന മാറ്റുക, അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അത് ചെയ്യാൻ സ്വാമി ഒരു തട്ടകം തന്നു, ഒരു മാർഗം തന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്കും, ചിലവർക്ക് ഭക്തിയായിരിക്കും താല്പര്യം, ചിലവർക്ക് ധാരാളം വായിച്ച് അറിവ് സമ്പാദിച്ച് ജ്ഞാനത്തിന്റെ മാർഗത്തിൽ മുന്നേറുന്നതിനാവാം താല്പര്യം, ചിലർക്ക് സേവനം ചെയ്യുന്നതിലായിരിക്കാം താല്പര്യം, ചിലവർക്ക് സങ്കീർത്തനമായിരിക്കും താല്പര്യം. സത്യസായി സംഘടന എടുത്തു നോക്കിയാൽ ഏത് തരം ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്കും, എല്ലാ അഭിരുചികൾ ഉള്ളവർക്കും അത് ആ പാതയിലൂടെ ആധ്യാത്മികമായി നേരത്തെ പറഞ്ഞ സോൾസ് ജേർണിയിൽ സ്വാമിയിലേക്ക് മുന്നേറാനുള്ള അവസരമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിൽ പ്രേരണ ലഭിക്കുന്നവർക്ക് സേവനമുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകാൻ താല്പര്യമുള്ളവർക്ക് ബാലവികാസം ഉണ്ട്. അറിവും ഇപ്പൊ നേരത്തെ പറഞ്ഞ
ആക്ച്വലി വത്സലാൻഡി പെട്ടെന്ന് വായിച്ചു തീർന്നെങ്കിലും ഒരുപക്ഷെ മണിക്കൂറുകൾ നമുക്ക് ഇരുന്നാലോചിക്കാൻ പറ്റുന്നത്രയും ജ്ഞാനം തന്നിരിക്കുന്ന ഭഗവാൻ അതുപോലെ വോള്യങ്ങൾ ഉണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ആ മാർഗത്തിൽ മുന്നേറേണ്ടവർക്ക് ആ മാർഗമുണ്ട്. സംഗീതം ഇഷ്ടമുള്ളവർക്ക് ഭജനയുണ്ട്. ആ ഭജനയുടെ മാർഗത്തിൽ പെർഫെക്ഷന് മുന്നേറാൻ ഒരു ലിമിറ്റും ഇല്ല. എത്രത്തോളം ഭജന മധുരമാക്കാൻ പറ്റുമോ അത്രത്തോളം മധുരമാക്കാൻ സ്കോപ്പ് ഉണ്ട്. നാമസ്മരണയാണ് താല്പര്യമെങ്കിൽ അതിനുള്ള വഴിയുണ്ട്. വേദമാണ് നമ്മളൊക്കെ സന്തോഷം തരുന്നതെങ്കിൽ അതിരുദ്രം പോലെ അതിബൃഹത്തായ വേദപദ്ധതികളുണ്ട്. ഒന്നിനും ഒരു കുറവില്ല. മാർഗങ്ങളെല്ലാം തുറന്നു തന്നിരിക്കുകയാണ്. അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത്, ഏത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ആത്മസംതൃപ്തി തോന്നുന്നത്, ഏത് ചെയ്യുമ്പോഴാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഒരു സെൻസ് ഓഫ് എന്തെങ്കിലുമൊക്കെ ചെയ്തു ഒരു സെൻസ് ഓഫ് മീനിങ്, സെൻസ് ഓഫ് പർപ്പസ് നമുക്ക് ഉണ്ടാകുന്നത്, അതെല്ലാം സത്യസായി സംഘടനയിലുണ്ട്. അതുകൂടാതെ ഇപ്പൊ ഒന്ന് മാത്രം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, മറ്റെല്ലാം ഈ മാർഗത്തിലേക്ക് അഡീഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു മെയിൻ സബ്ജക്റ്റ്, ഇപ്പൊ ഒരാള് BSc ഫിസിക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സതീഷ് ഏട്ടനുണ്ട് എക്കണോമിക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, നമ്മള് അതിന് 4th ഗ്രൂപ്പ് എടുക്കണം, അതിന് BSc എക്കണോമിക്സ് എടുക്കണം. പണ്ട് BA എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ BSc എന്ന് പറയുന്നു. എന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ MA അല്ലെങ്കിൽ MSc എടുക്കണം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ട്രീം മാറ്റാൻ പറ്റില്ല, ലിറ്ററേച്ചറിലേക്ക് വരാൻ പറ്റില്ല, അതിൽ തന്നെ മുന്നേറണം. പക്ഷേ എക്കണോമിക്സ് മാത്രമല്ല പഠിക്കുന്നത്, അതോടൊപ്പം ഒരുപക്ഷെ മാത്സ് പഠിക്കുന്നുണ്ടാവും, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ടാവും. അതൊക്കെ എക്കണോമിക്സിനെ ശക്തിപ്പെടുത്താനാണ്. മനസ്സിലായില്ലേ? ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത് അത് തന്നെയാണ്. ചില ആൾക്കാർ സേവനം കൂടുതൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഭജന കൂടുതൽ പാടാൻ താല്പര്യപ്പെടുന്നു, ബാലവികാസിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്നു. നാരായണ സേവ ചെയ്യുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരിക. നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി ഹോസ്പിറ്റലിലോ അനാഥാലയങ്ങളിലോ കൊടുക്കുന്നതായിരിക്കും അവർക്കൊരു സംതൃപ്തി തോന്നുക. അത് മാത്രം ചെയ്യുന്നതോടൊപ്പം, അതിൽ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നത് ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അപ്പൊ അതാണ് സത്യസായി സംഘടനയിലെ പ്രവർത്തനങ്ങളുടെ ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ടത് ഭഗവാൻ നമുക്ക് വേണ്ടി വലിയൊരു രൂപരേഖ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിലൂടെ മുന്നേറുകയാണ്. ആ ഒരു ധാരണയോട് മുന്നേറാൻ കഴിഞ്ഞാൽ നമ്മുടെ ആ യാത്ര കൂടുതൽ അർത്ഥവത്താകും. അതുപോലെ എന്ത് സംഭവിച്ചാലും ഇത് ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകും. ഒരു ചെറിയ അനുഭവം മാത്രം പറയാം. ഞാൻ പുട്ടപ്പർത്തിയിൽ ജോയിൻ ചെയ്ത സമയം, ഞാൻ ആക്ച്വലി എല്ലാവരും അനുഭവം പറയുമ്പോൾ സ്വാമി ഉണ്ടായിരുന്ന സമയത്തെ അനുഭവങ്ങളാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയാനില്ലെങ്കിലും ഞാൻ ഇന്ന് പറയുന്ന അനുഭവങ്ങൾ 2011 ശേഷമുള്ള അനുഭവങ്ങളാണ്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് 2011 ഓഗസ്റ്റിലാണ്. ഒരു 2012 തുടങ്ങിയപ്പോൾ, അതായത് ഒരു വർഷം പോലും ആയിട്ടില്ല, ഏതൊക്കെ അവധികൾ എന്നറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടർ തുറന്നു നോക്കിയപ്പോ അതില് ഏപ്രിൽ 24 ആരാധനാ മഹോത്സവം ഒരു അവധിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ജീവിതത്തിൽ ആദ്യത്തെ തവണ അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ, ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ മനസ്സിൽ വല്ലാതൊരു സങ്കടം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ ചേച്ചിക്ക് തുല്യമായ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഞാൻ സ്വാമിയുടെ തന്നെ ഓർഗനൈസേഷനിലെ ഒരു സ്റ്റാഫാണ്. അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ സംസാരിച്ചു. ഒരുപാട് മനപ്രയാസം തോന്നി ഈ ആരാധനാ മഹോത്സവം അവധി എന്ന് കണ്ടപ്പോ. അപ്പൊ അവരൊരു അനുഭവം പറഞ്ഞു. ആ അനുഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് സ്വാമിയുടെ സമാധിയിൽ ഒന്ന് ചെന്ന് കാണണം എന്നൊരു വല്ലാത്തൊരു വെമ്പൽ. ഞാൻ വണ്ടി എടുത്ത് ഓടി. ആക്ച്വലി അപ്പൊ ഭജനയൊക്കെ കഴിഞ്ഞിരുന്നു, ജോലിയൊക്കെ കഴിഞ്ഞ സമയം ഏതാണ്ട് 6:30, 6:45. അപ്പൊ 6:30 കഴിഞ്ഞ് ഞാനിങ്ങനെ കുൽവന്ത് ഹാളിലേക്ക് കയറുമ്പോൾ കോട്ടയത്തെ എൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ അമ്മയുടെ ഫോൺ വന്നു. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ കുൽവന്തിലോട്ട് കയറുകയാണ്. കുൽവന്തിൽ കയറി ഭഗവാനെ നമസ്കരിച്ചു. പിന്നെ ബെഞ്ചിലിരുന്ന് കുറച്ചു നേരം സമാധാനമായിട്ടിരുന്നു. മനസ്സിന് ചെറിയൊരു സംതൃപ്തി തോന്നി. ഞാൻ തിരിച്ചിറങ്ങിയ ഉടനെ അമ്മയെ വിളിച്ചു. കുൽവന്തിരുന്നാ ഞാൻ ഫോൺ എടുക്കാത്തത്? അപ്പൊ അമ്മ ഇങ്ങോട്ട് പറയുക,
ഈ 2 ഫോൺ വിളികൾക്കിടയിൽ എൻ്റെ അച്ഛനൊരു സ്വപ്നം, അതായത് അച്ഛനിങ്ങനെ ഭക്ഷണം നേരത്തെ കഴിച്ചിട്ട് ചാരുകസേരയിൽ കിടന്നൊന്നുറങ്ങി. സ്വപ്ന ദർശനം ഇതാണ്: ഞാൻ സമാധിയിൽ നമസ്കരിക്കുന്നു, ഭഗവാൻ സമാധിയുടെ മുകളിൽ നിന്നുകൊണ്ട് 2 കൈകളും ഉയർത്തി എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പൊ സമയം നോക്കിയാൽ ഞാൻ ഫിസിക്കലായിട്ട് പുട്ടപർത്തിയിൽ എപ്പോഴാണോ നമസ്കരിച്ചത്, കാരണം ഈ 2 ഫോൺ കോളുകൾക്കിടയിൽ 10 മിനിറ്റിന്റെ സമയമേ ഉള്ളൂ. ആദ്യ വിളിയിൽ ഞാൻ അകത്ത് കയറിയിട്ടുമില്ല, ഈ സ്വപ്നം കിട്ടിയിട്ടുമില്ല. ഞാൻ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഫോൺ വിളിക്കുകയും ചെയ്തു, ഈ സ്വപ്ന ദർശനം അറിയുകയും ചെയ്തു. അപ്പൊ അതേ സമയത്ത് വന്നിരിക്കാനേ സാധ്യതയുള്ളൂ. ഞാൻ എപ്പോ ഫിസിക്കലായിട്ട് കുൽവന്ത് ഹാളിലെ സമാധിയിൽ നമസ്കരിച്ചു, അതേസമയം എൻ്റെ അച്ഛന് ദർശനം കിട്ടിയിരിക്കുന്നു. അതിന്റെ മുകളിൽ സ്വാമി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, 2 കൈകളും ഉയർത്തി എന്നെ അനുഗ്രഹിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, സ്വാമി എങ്ങനെയാണ് ഇപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതൊരു അനുഭവം പറയാൻ വന്നാൽ, ഇതുപോലെ 2013 പുട്ടപർത്തിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ, പുട്ടപർത്തിയിൽ ചേർന്നിട്ട് 2 വർഷമായി, എന്തെങ്കിലും ഒരു ഫെലോഷിപ്പ് ചെയ്യണം, ഉപരിപഠനം ചെയ്യണം എന്നൊരാഗ്രഹം വന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ ഒരു ഐഡിയ തന്നു. റഷ്യയിൽ ഇല്ലിസാറു എന്ന് പറഞ്ഞൊരു സങ്കേതം, വളരെ പുട്ടപർത്തിയിലെ ഭഗവാന്റെ രോഗികൾക്ക് വളരെ പ്രയോജനമുള്ളൊരു ചികിത്സാ രീതിയാണ്. അത് പഠിച്ചാൽ ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടും എന്നൊരു തോന്നൽ നമുക്കുണ്ടായി. ഒരു മനസ്സിൽ ഞങ്ങൾ 2 പേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതാ നമുക്ക് എന്ന് പറഞ്ഞത്. അപ്പോ അതിന്റെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇതാണ് ഭഗവാൻ തന്നൊരാശയം, ഭഗവാൻ തന്നെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് ഭഗവാന് സമർപ്പിച്ചു. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അതായത് ഇത് ഇന്ന് രാത്രിയാണ് ഇത് ഡിസ്കസ് ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്യാമെന്നെങ്കിൽ, അടുത്ത ദിവസം ഞങ്ങൾ 2 പേരും, ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഞാൻ OP യിലിരിക്കുന്നു, എൻ്റെ ഫ്രണ്ട് വേറൊരു സ്ഥലത്തിരിക്കുന്നു. ആ സമയത്ത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ യുവർ മെസ്സേജ് ഫോർ യു ഫ്രം ഭഗവാൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്താൽ 100 കണക്കിന് ഭഗവാന്റെ സന്ദേശങ്ങളിൽ നിന്ന് ഒരെണ്ണം വരും. മനസ്സിലായില്ലേ? നമ്മൾ ചിട്ടെടുക്കാറില്ലേ, അല്ലെങ്കിൽ സത്യസായി സ്പീക്സിൽ ഒരു പേജ് വായിക്കാറില്ലേ, അതുപോലെ ഒരു സാധനം ഒരു കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇന്നലെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ റഷ്യയിൽ പോകണമെന്ന് വിചാരിച്ചത്, ഭഗവാൻ അത് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദേശം തരിക. ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ മെസ്സേജ് ഇതാണ് വന്നത്: യു മേ ഗോ ടു എനി പ്ലേസ്, ഐ വിൽ പ്രൊട്ടക്ട് യു ഓൾവേസ്. ഏതോ പുറത്തു പോകുന്നതിനെ പറ്റി അപ്പൊ ഒരു സമാധാനം തോന്നി, ഭഗവാനും ഇത് ആഗ്രഹിക്കുന്നു എന്ന്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിൽ ഭഗവാന്റെ ഒരു അപ്രൂവൽ കിട്ടി, യു മേ ഗോ ടു എനി പ്ലേസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ സന്ദേശം തുറന്നു നോക്കിയിട്ടില്ല, പക്ഷെ ഇത് കൗശിക്ക് നോക്കിയോണ്ട് എനിക്കും തോന്നി ഞാനും ഒന്ന് നോക്കിക്കളയാം. നോക്കിയപ്പോ പുള്ളിക്കും അതേ മെസ്സേജ്, യു മേ ഗോ ടു എനി പ്ലേസ്, ഐ വിൽ പ്രൊട്ടക്ട് യു ഓൾവേസ്. ഇത് 2 പേർക്ക് ഒരേപോലെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. ഏതാണ്ട് ഒരാഴ്ചയോളം എടുത്തു. അടുത്ത തവണ ഈ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എല്ലാം തയ്യാറാണ്, പക്ഷേ സ്വാമിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് ചെയ്തിട്ടുള്ളൂ. കാരണം പുട്ടപർത്തിയിലെ ജോലിയിൽ നിന്നും ഒരു 6 മാസം മാറി നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഭഗവാനോട് പറഞ്ഞു, ഐ ക്യാൻ വെയിറ്റ് ഫോർ എനി ടൈം. പക്ഷെ ഞാൻ ഇപ്പൊ ഈ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അന്ന് കാണിച്ച അതേ സന്ദേശം വരികയാണെങ്കിൽ അത് ഭഗവാൻ എന്നോട് സംസാരിക്കുന്നതായി ഞാൻ എടുക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്തേട്ടോ ഭഗവാനോട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് ഒരുമ്പിട്ടിട്ടില്ല. പക്ഷെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ അതിശയം, ഇതേ മെസ്സേജ് വന്നു. 100 കണക്കിന് ലൈൻസിൽ നിന്നും അത് തന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സെയിം മെസ്സേജ്, യു മേ ഗോ ടു എനി പ്ലേസ്, ഐ വിൽ പ്രൊട്ടക്ട് യു ഓൾവേസ്. അപ്പൊ മനസ്സിലായി, ഭഗവാൻ തീർച്ചയായും ഭഗവാന്റെ ആശുപത്രിക്ക് വേണ്ടി ഇത് ആഗ്രഹിക്കുന്നു. ഇതൊരു ദൗത്യമായി എടുത്ത് മുന്നേറുക. പെർമിഷനൊക്കെ വളരെ നിഷ്പ്രയാസം കിട്ടി, ഒരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ പ്രധാനമായൊരു പ്രശ്നം വന്നത്, ഇത് റഷ്യയിൽ കുറച്ച് റിമോട്ടായ ഭാഗമാണ്, ഭാഷാ പ്രശ്നമുണ്ട്, ഭക്ഷണം വലിയ പ്രശ്നമാണ്, വെജിറ്റേറിയൻ ഫുഡ് കിട്ടത്തേയില്ല, ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടാവില്ല അവിടെ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എങ്ങനെ സോർട്ട് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുമ്പോൾ
ആരോ എനിക്ക് എൻ്റെ ഒരു പേഷ്യന്റ് ആ സമയത്ത് റഷ്യയിലെ ഒരു പേഷ്യന്റ് ഒരു ഫ്രാക്ചർ ആയിട്ട് വന്നു. ആ അമ്മയ്ക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്ന പയ്യൻ കുറച്ച് ഐഡിയ തന്നു റഷ്യയെ പറ്റി, എനിക്ക് കുറച്ച് ഭാഷയും പഠിപ്പിച്ചു തന്നു. ആ പയ്യൻ പുട്ടപർത്തിയിലുണ്ട്, മിനിഞ്ഞാന്ന് എത്തിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ആ ഭാഷയുടെ പ്രശ്നം കഴിഞ്ഞു. അത് കൂടാതെ എനിക്കൊരു ഞാൻ പോകാനുള്ള സ്ഥലത്തിൽ നിന്നും ഒരു 9 മണിക്കൂർ ദൂരെ ഒരു സ്ഥലത്ത്, കാരണം ഈ പയ്യന് ഞാൻ പോകുന്ന സ്ഥലത്തെ പറ്റി ഒരു ധാരണയില്ല, ഒരു ലൈബ്രറിയന്റെ അഡ്രസ്സ് കിട്ടി. ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് അയച്ചു, എനിക്ക് ഈ സ്ഥലത്തെ പറ്റി അറിയണം, ഭക്ഷണം കിട്ടുമോ എന്ന് അറിയണം. മെയിൻ പ്രശ്നം വെജിറ്റേറിയൻ ഫുഡാണ്, എന്തൊക്കെ തയ്യാറെടുപ്പ് എടുക്കണം എന്നറിയണം. ഈ എഴുത്ത് ഇമെയിൽ സർക്കുലേറ്റ് ചെയ്ത് മറ്റൊരു ആരുടെയൊക്കെയോ അടുത്ത് ചെന്നിട്ട് ആ കുർഗാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ഒരു വയസ്സായ ഒരു അമ്മയുടെ കയ്യിലെത്തി. അവരിത് കണ്ടതും എനിക്കൊരു റിപ്ലൈ എഴുതി. റഷ്യൻ ഭാഷയിലാണ് എഴുതിയത്, അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഞാനത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് ചെയ്തപ്പോഴാണ് ഭഗവാൻ നമുക്ക് എത്ര മുന്നേ ആലോചിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് പറയാം അവരുടെ അനുഭവം. ഈ എഴുത്തിൽ പറഞ്ഞത് ഇതാണ്, അവരവരുടെ അനുഭവം പറയുകയാണ്. ഈ കുർഗാൻ എന്ന സ്ഥലത്ത് വളരെ വിഖ്യാതമായ ഇല്ലിസാറോ സെന്ററിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. 1200 ബെഡുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓർത്തോപെഡിക് ഹോസ്പിറ്റലാണ്. ഇവരുടെ മകൻ, ഇവരുടെ മകനും അവിടെ താമസിക്കുമ്പോൾ 2000 ആണ്ടിൽ ഈ മകന് ഒരു വലിയ ആക്സിഡന്റ് വന്നു. കാലില് ഒരു ഓപ്പൺ ഫ്രാക്ചർ, വളരെ മാരകമായ ഒരു ഫ്രാക്ചർ വന്നു. യൂഷ്വലി ഇവരുടെ സിസ്റ്റത്തില് ചെറിയ ആശുപത്രി പോയി, അതിലും വലിയ ആശുപത്രി പോയി, അവസാനം അവിടെ ഒന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലേ ഈ കുർഗാനിലുള്ള ഈ ഇല്ലിസാറോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുള്ളൂ. ഇവർ പറഞ്ഞു ആ സമയം, ആക്സിഡന്റ് ആയ സമയത്ത് ആ പ്രദേശത്തെ ഏറ്റവും ഈ കംപ്ലീറ്റ് റഷ്യൻ സ്പീക്കിംഗ് കൺട്രീസ്, പഴയ USSRന് ഒരു റെഫറൽ സെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായത്. അത്രയും വലിയ ആശുപത്രിയുടെ ഒരു ആംബുലൻസ് യാദൃച്ഛികമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കൺമുന്നിൽ ഒരു ആക്സിഡന്റ് വരുമ്പോൾ ആരും റൂള് പറയത്തില്ലല്ലോ. ഈ പയ്യനെ നേരിട്ട് ഇല്ലിസാറോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി. ഇവർ പറഞ്ഞു ഞാൻ ഇതൊക്കെ അറിഞ്ഞ് അവിടെ എത്തിയപ്പോൾ 2-2.5 മണിക്കൂറായി. അതിനുള്ളിൽ പയ്യന്റെ സർജറിയും കഴിഞ്ഞു, അവൻ റിക്കവറിനുമായി നല്ല സുഖം പ്രാപിച്ചു വരുന്നു. ഇവർ പറഞ്ഞു സ്വാമിയാണ് ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഈ ആംബുലൻസ് എത്തിച്ചതും സമയത്ത് അവനെ അവിടെ എത്തിച്ചതും റഷ്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ കൊടുത്തതും. കംപ്ലീറ്റ് ക്രെഡിറ്റ് സ്വാമിക്ക് കൊടുത്തുകൊണ്ട് ഇവരെന്താ ചെയ്തതെന്നറിയോ? 2 രൂപയ്ക്ക് കിട്ടുന്ന വിഭൂതി പാക്കറ്റ് ഉണ്ടല്ലോ മഞ്ഞ കളറില്, അത് കംപ്ലീറ്റ് ഈ ഓപ്പറേഷൻ ചെയ്ത കാലിൽ ഇവർ കൊടഞ്ഞിട്ടിട്ട് ഈ പ്രശാന്തി അഗർബത്തി 2 എണ്ണം കത്തിച്ച് അതിനെ ആരത്തി എടുക്കുകയാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ കാലിന്. അപ്പൊ ഈ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്താ ഇവര് കാണിക്കുന്നത്, ഡോക്ടർമാരും ഒന്ന് വഴക്ക് പറയില്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോ ഒരു ജൂനിയർ ഡോക്ടർ അവിടെ വരുന്നു. ഈ അമ്മ റിട്ടയർ ആയ ഒരു നേഴ്സാണ്. അപ്പോ ഈ ജൂനിയർ ഡോക്ടറും ഇവരും ഒരുമിച്ച് ഒരു ആശുപത്രി വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട്. ഇവരെ കണ്ടതും ഇവരെ വയസ്സായ റഷ്യൻ സ്ത്രീകളെ നമ്മുടെ കയ്യിൽ ഉമ്മ കൊടുത്താണ് അഭിവാദനം ചെയ്യാറ്. ഈ ഡോക്ടർ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി ഇവരുടെ കൈത്തലത്തിൽ ചുംബിച്ച് ഇവരെ അഭിവാദനം ചെയ്തു. അപ്പൊ ചുറ്റുള്ളവർക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇവരെന്തായി കാണിക്കുന്നതെന്ന് വെച്ചിട്ട്. ഇവർ പറഞ്ഞു എന്റെ മകന്റെ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരുന്നു, പെട്ടെന്ന് ഡിസ്ചാർജ് ആയി. വീട്ടിൽ നിന്ന് റിവ്യൂവിന് വരുമ്പോ പലരും ആശുപത്രി വാർഡുകളിൽ തന്നെ ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് ഈ വെള്ളപ്പൊടി നിങ്ങൾ ഇട്ടില്ലേ, അത് കാരണമാണ് നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയത്, ഞങ്ങൾക്കും ആ പൊടി വേണം, ഞങ്ങൾക്കും ആ അഗർബത്തി വേണം എന്ന് പറഞ്ഞ് ഇവരവർക്കൊക്കെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ ഒരു സെന്റൻസ് ആണ് എന്നെ ശരിക്കും സ്പർശിച്ചത്. അവര് പറഞ്ഞു ആ സമയത്ത് ഇവര് പറഞ്ഞു ഇല്ലിസാറോ ആശുപത്രിയാണ് എന്റെ മകനെ രക്ഷിച്ചത്. ആ ആശുപത്രിയോടുള്ള എന്റെ കടപ്പാട് തീർക്കാനായിട്ട് ഞാൻ 1 വർഷം അവിടെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ബാങ്കിൽ പോയി സേവനം ചെയ്യുമായിരുന്നു ഫ്രീ ആയിട്ട്. അവര് പറഞ്ഞു എപ്പോഴൊക്കെ ഞാൻ ഇല്ലിസാറോ ആശുപത്രിയിൽ ഈ സർവീസിന് വേണ്ടി പോയിട്ടുണ്ടോ ബ്ലഡ് ബാങ്കില്, കാരണം വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ഡോക്ടർമാർ വരുന്ന സ്ഥലമാണ്, ഒരു ഇന്ത്യൻ ഡോക്ടർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചു. കാരണം സ്വാമിയോടുള്ള എന്റെ കടപ്പാട് തീർക്കാൻ ഏറ്റവും നല്ല മാർഗം ഒരു ഇന്ത്യൻ ഡോക്ടറിന്
വേണ്ട സഹായം ഒരു വിദേശ രാജ്യത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരിക്കും. പറഞ്ഞ ആ സമയത്ത് ഒരു ഇന്ത്യനെ മനസ്സിൽ ഇങ്ങനെ കാണാൻ കിട്ടിയില്ല. എന്നിട്ട് അവർ എഴുതുകയാണ്, ഞാൻ ഈ പ്രാർത്ഥന മറന്നുപോയി, പക്ഷെ സ്വാമി മറന്നില്ല. 13 വർഷത്തിന് ശേഷം ഇന്ത്യൻ ഡോക്ടർ അല്ല, സ്വാമിയുടെ തന്നെ ആശുപത്രിയിൽ നിന്നും ഒരു ഡോക്ടർ ഈ ആശുപത്രിയിലേക്ക് ഭഗവാൻ അയച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുമോ, ഭാഷ പ്രശ്നമാണോ, ആര് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് നേരിടേണ്ടി വരുമോ, ആലോചിച്ച് നോക്കുക. കൃത്യം 5 സായി ഭക്തരുള്ള ഒരു സ്ഥലമാണ് കുർഗാൻ. പക്ഷെ ഈ 5 പേരും അകമഴിഞ്ഞ് എന്നെ സഹായിച്ചു. ആശുപത്രിയിൽ വന്നു, ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുന്നതിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ ഡോക്ടർമാരുടെ സംഭാഷണം കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും. ഇവർ കംപ്ലീറ്റ് ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും. ഭഗവാൻ തന്നെ ഓരോ സ്റ്റെപ്പും ഭഗവാന് വേണ്ടി ചെയ്യിച്ച് എന്നെ തിരിച്ച് സ്വാമിയുടെ തന്നെ ആശുപത്രിയിലേക്ക് അയച്ച പോലെയാണ് തോന്നിയത്. അപ്പോ പറയാൻ ഇത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും നമുക്ക് സംശയിക്കാനിടമില്ല. ഭഗവാൻ, അപ്പൊ ഇതൊരു 13 വർഷത്തെ പ്ലാനാണ്. ഞാൻ ആ സമയത്ത് MBBS ചേർന്നതേ ഉള്ളൂ. ഞാൻ ഓർത്തോപെഡിക്സ് എടുക്കുമെന്നോ, സ്വാമിയുടെ ആശുപത്രി ചേരുമെന്നോ, ഈ ലിസറോ എന്നുള്ള ഫീൽഡിൽ ഇൻട്രസ്റ്റ് വരുമെന്നോ, ഇത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുമെന്നോ ഒന്നും ഒരു ധാരണയേ ഇല്ല. പക്ഷെ ഭഗവാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. ഭഗവാൻ മുൻകൂട്ടി കണ്ടിരിക്കുന്നു എന്ന് പറയാനും മാത്രം നമ്മൾ ഈ 13 വർഷമേ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ജന്മാന്തരങ്ങളായിട്ടുള്ള ആ ഒരു ആത്മാവിന്റെ യാത്ര, സോൾസ് ജേർണി ഭഗവാൻ കണ്ടിട്ടുണ്ട്. അതിനനുസരിച്ച രീതിയിൽ ഭഗവാൻ എല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അതാത് സ്ഥലങ്ങളിൽ അത് ഭഗവാൻ നിശ്ചയിച്ച പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. എന്ത് സംഭവിച്ചാലും ഭഗവാന്റെ നിശ്ചയമാണിത്, അതെനിക്ക് നല്ലതേ വരുത്തുള്ളൂ. ഇന്ന് ഒരുപക്ഷെ നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിലും നാളെ അത് നല്ലതായി ഭവിക്കും, നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല, പക്ഷെ നല്ലതായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാകും ഏറ്റവും നല്ല മാർഗം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഭഗവാൻ ഇങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ ഈ ഒരു വിശ്വാസം നമ്മളിൽ ഉറപ്പിക്കും. ഇത്രയും പറഞ്ഞതൊക്കെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വത്സലാൻഡി, ഇനി എന്താ ചെയ്യണ്ടേ? ഭജന എങ്ങനെ മൈക്ക് ഓൺ ചെയ്തിട്ട് എല്ലാരും കൂടെ ചെയ്യുകയാണോ അതോ? അല്ല സായിറാം സർ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. ഇതിനോട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ കുറച്ച് സമയം എക്സീഡ് ചെയ്തിട്ടുണ്ട്. സ്വാമി പ്രസന്റേഷന് ശേഷം സാറ് ഭജന ചൊല്ലിയാൽ മതി ഡോക്ടർ. ഓക്കെ, യെസ്. സോ ഗ്രേറ്റ് സർ. സായിറാം. എന്തെങ്കിലും ഇതിനോട് വത്സലാൻഡി, ലക്ഷ്മണൻ മാഷ്? ഇല്ല, നല്ല കാര്യങ്ങളാ പറഞ്ഞത്. എല്ലാവർക്കും പ്രചോദനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. തിരക്കിനിടയിൽ ജോയിൻ ചെയ്തതില് ഭഗവാന് താങ്ക്സ് പറയണം. എനിക്ക് കൗശികിന്റെ തിരക്ക് നല്ലപോലെ അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് സ്പെയർ ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താങ്ക് യു സോ മച്ച് കൗശിക്. കൗശിക്കിനെ ഞാൻ ഡോക്ടറൊന്നും വിളിക്കാത്ത കൗശിക് എനിക്ക് മകനെ പോലെയാണ്. വത്സലാൻഡി പറഞ്ഞിട്ട് ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ശ്യാമള, എന്റെ ഹസ്ബൻഡിനെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ സോ മച്ച്. ചെറുതായി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭജന വളരെ ലഘുവായിട്ട് ഒരു വരി മാത്രം പാടാം. അല്ല, ഒരു മിനിറ്റ്. സ്വാമിയുടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. പ്രസന്റേഷൻ കഴിഞ്ഞിട്ടാണ് ഭജന. ఓకే. ఎప్పుడు కూడా ఆనందమయంగా ఉంటాది. It is in state of bliss. అచంచలంగా ఉంటాది. It's unwavering. అమృతంగా ఉంటుంటాది. It's nectarine. అది అలాంటిది ఆత్మతత్వము. And that is the trait దానిని of Atma. క్రమక్రమేణా ఎప్పుడు చూడవచ్చునంటే, How can you experience it? నిద్రావస్థ యందు ఈ యొక్క చిత్తాకాశమును చూడవచ్చును. While in sleep, you can see Chittakasha, the mind. ఈ భూతాకాశమును స్వప్నస్థందు చూడవచ్చును. In a dream, you can see your own body, Bhutakasha. కానీ స్వప్నములకు అతీతమైనటువంటి సుషుప్తిలో అందు మాత్రమే ఈ ఆత్మాకాశం కనిపిస్తుంది. In Sushupti, deep sleep only, you see Chidakasha. అది ఏ చిదాకాశము. That is Chidakasha, the eternal. అందులో మనకు ఆనందం మాత్రమే ప్రాప్తిస్తుంది. There you experience only bliss. ఏ విధంగా? How?
రాత్రి హాయిగా నిద్రపోయాను. Last night you slept ఏ well. స్వప్నము లేదు, No dream. ఏ యొక్క డ్రీములు లేదు, No dreams ఏ whatsoever. విధమైనటువంటి చలనము లేదు, No agitation. హాయిగా ఉన్నానంటాడు. You said I had a good అనగా sleep. చిదాకాశములకు శాంతియే ప్రధానమైనటువంటి స్వరూపము. Chidakasha Atma has got peace attached to it. దీనిని స్వప్నావస్థ ఎందుగా గోచరించేటువంటిది ఈ ఆత్మస్వరూపము. And the same thing experiences the dream. స్వప్నామృతము అతీతమైనటువంటిది ఆత్మస్వరూపము. Atma transcends dream. కనుక ఈ యొక్క భూతాకాశము, చిత్తాకాశం, చిదాకాశం మూడింటికి మనము మాస్టర్ గా ఉంటున్నాము. We are the masters, in fact, to these three levels. The ఇది నా body, దేహము mind, నువ్వు and పక్కకు నెట్టవచ్చు. you may deny your body. ఇది నా యొక్క ఇల్లు అని ప్రక్కకు నెట్టవచ్చు. You may disown your home. ఇది నా మనసు అని ప్రక్కకు నెట్టవచ్చు. You can say this is my mind. కానీ అన్నిటికీ నీ నా మనసు, నా యొక్క ఇల్లు అంటే నీవు ప్రత్యేకంగా ఉన్నావు. And you say mine, but you are separate from them. కనుకనే ఆత్మ అనేటువంటిది మాస్టర్ ది మైండ్, బి ఎ మాస్టర్ మైండ్. Atma means master the mind, be a master నీవు mind. అన్నిటికీ నీ మాస్టర్ అయినటువంటి వాడు. And you are the master of all. అలాంటి మాస్టర్ అయినటువంటి మానవుడు Man being a master. అల్పుడు ఏ రీతిగా కాగలడు? How can he be so low? కాబట్టి నీ ఆత్మస్వరూపం ఏమిటనగా చిదాకాశమే ఆత్మస్వరూపం. So what is your true form? Chidakasha, the spirit, Atma. చిత్తాకాశం కాదు, Not the mind, Chitta. భూతాకాశం కాదు, Not the body, Bhutakasha. కల్పితమైనటువంటి స్వరూపం కాదు. It's not the ephemeral world. కనుకనే ఈ చిదాకాశంనే ఆత్మస్వరూపంగా ఎంచింది వేదాంతము. Vedanta says the Chidakasha, the Atma is the true one. జాగ్రత్త, Waking state, స్వప్నము, the sleeping, సుషుప్తి, and ఈ dream మూడింటి state, యొక్క and deep సంబంధంలో sleep. ఈ యొక్క చిదాకాశమునకు, చిత్తాకాశమునకు, భూతాకాశమునకు ఉన్న సంబంధ బాంధవ్యములు. That makes all the difference between Bhutakasha, physical, and Chittakasha, the mind, psychological, and Chidakasha, the Atmic, the spirit. కనుకనే ప్రత్యక్షం, పరోక్షం, పావిత్రం. One is Pratyaksha, direct, Ksha, indirect, పవిత్రం. Pavitra, the sacred. ഡോക്ടർ ഭജന ചൊല്ലിക്കോളൂ. ഓക്കെ, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭജനയാണ്. വലിയ പാട്ടുകാരനല്ല, പക്ഷെ ലിറിക്സ് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പാടാം. സായി മാത പിതാ ദീനബന്ധു സഖാ तेरे चरणों में साई मेरा कोटि प्रणाम. साई माता पिता दीनबंधु सखा तेरे चरणों में साई मेरा कोटि प्रणाम. मुझे शक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा. साई माता पिता दीनबंधु सखा तेरे चरणों में साई मेरा कोटि प्रणाम. സായിരാം, സമർപ്പിച്ചുകൊണ്ട് സായിരാം, ജയ് കൗശിക്. സായിരാം. സായിരാം. സായിരാം സായിരാം. സായി ഉപമ മനസ്സാകുന്ന ഹിരണ്യകശിപുവിന് ഈശ്വരനാമം നരസിംഹമാണ്. നിങ്ങളുടെ ഹൃദയത്തെ ആക്രമിക്കുന്ന രാജസികവും താമസികവുമായ ശക്തികൾ അധപ്പതനത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. വിളർച്ച മാറാൻ കാൽഷ്യം, വിറ്റാമിൻ എന്നീ ഗുളികകൾ കഴിക്കുന്നത് പോലെ മാനസികമായ വിളർച്ചയും മറ്റു ഭ്രമങ്ങളും അകറ്റുന്നതിന് നാമസ്മരണയായ ഗുളികകൾ കഴിക്കുക. ഈശ്വരനാമത്തെ നിങ്ങളുടെ നാവിൽ വെക്കുക. അത് നിങ്ങളുടെ അകവും പുറവും പ്രകാശിപ്പിക്കും. നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതിന്റെ ഒപ്പം നിങ്ങളുടെ നാമജപം കേൾക്കുന്നവരുടെ മനസ്സുകളും ശുദ്ധീകരിക്കപ്പെടുവാൻ ഉപയോഗിക്കപ്പെടാം. ഇത് നിങ്ങളുടെ ഭവനത്തിന്റെ മുൻവശത്ത് ഒരു വിളക്ക് കൊളുത്തിവെക്കുന്നത് പോലെയാണ്. നാമസ്മരണയാണ് ഏറ്റവും ഉത്തമമായ സാധന. അതാണ് ഏറ്റവും പ്രയോജനകരമായ സത്പ്രവർത്തനം. ജയ് സായിരാം.
സായിരാം. സായിരാം. പ്രസന്ന സായിരാം. നീനിയാലോ അല്ലേ നീതി? സായിരാം. സമസ് സുഖിനോ സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.